ഹായ്. അപ്പം ഈ ഒരു വീക്കിലെ എൻ്റെ ട്രേഡ് അനാലിസിസ് നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു വീക്ക് ഞാൻ ടോട്ടൽ 6 ട്രേഡ് എടുത്തിട്ടുണ്ട്. 6 ട്രേഡിൽ 2 ട്രേഡ് ടി പിയും, ഒരു ട്രേഡ് ബ്രേക്ക് ഈവനും, പിന്നെ 3 ട്രേഡ് എസ് ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ഒരു വീക്ക് എനിക്ക് ഞാൻ -3% ക്ലോസ് ചെയ്തിരുന്നത്. അപ്പം ഈ ഒരു വീക്ക് ഞാൻ +3% ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വീക്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാൻ പറ്റി. അതേപോലെ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട്, അതായത് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്ന എൻ്റെ സ്ട്രഗിൾസും പിന്നെ എൻ്റെ ആ ഒരു ഇമോഷൻ കൺട്രോളും ട്രേഡിങ്ങിലിരിക്കും എൻ്റെ ആ ഇതൊക്കെ ഷെയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ഈ ഒരു വീക്കിൽ സത്യം പറഞ്ഞാൽ വ്യാഴാഴ്ച, അതായത് എനിക്ക് തിങ്കളാഴ്ച ട്രേഡ് ഉണ്ടായിരുന്നു, ചൊവ്വാഴ്ച ട്രേഡ് ഉണ്ടായിരുന്നു, ബുധനാഴ്ച ട്രേഡില്ല. അപ്പൊ ബുധനാഴ്ച ഫുള്ള് ഞാൻ നോക്കിയിരുന്ന ട്രേഡ് കിട്ടിയില്ല. പിന്നെ വ്യാഴാഴ്ച ഞാൻ രാവിലെ ഫുള്ള് നോക്കി, ട്രേഡ് കിട്ടിയില്ല. ഉച്ച ആയപ്പോഴത്തേക്കിന് എൻ്റെ ഭയങ്കരമായിട്ട്, അതായത് ആ ഒരു ഇത് വേറെ എന്തെങ്കിലും നോക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്തോ ഒരു, അതായത് കറക്റ്റായിട്ട് ഞാൻ റൂള് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എൻ്റെ സ്ട്രാറ്റജിയിൽ. പക്ഷേ ഞാൻ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ട്രേഡ് കിട്ടുമോ? എൻ്റെ ശരിക്കും ഒരു മെക്കാനിക്കൽ സ്ട്രാറ്റജി. അപ്പൊ കറക്റ്റ് റിസ്ക് റിവാർഡ് റേഷ്യോ എല്ലാം ഉണ്ട്. അപ്പൊ ഇത് കൂടാതെ ഞാൻ ഓർക്കുകയാണെങ്കിൽ ചിലപ്പോ ഇനിയിപ്പോ ടി പി ട്രെയിൽ ചെയ്യണോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ. ഇത് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് യൂട്യൂബിൽ കയറി, അപ്പൊ വേറെ കുറെ ട്രേഡേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ഒരു ട്രേഡേഴ്സ് പറയുന്നതൊക്കെ എന്റെ മനസ്സിൽ കിട്ടുന്നത് മീൻസ് അത് ഇൻഫ്ലുവൻസ് ആയി പോയി. എന്നിട്ട് ഞാനത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ചെയ്യണോ വേണ്ടെന്നൊക്കെ നോക്കുമായിരുന്നു. അപ്പൊ ഞാനത് അതായത് കറക്റ്റായിട്ട് എനിക്ക് അങ്ങോട്ട് ഇതാകാൻ പറ്റില്ല. അതായത് എന്റെ മെന്റാലിറ്റി ഭയങ്കരമായിട്ടൊരു ചേഞ്ച്, അതായത് കറക്റ്റ് ഇതായിട്ട് നിൽക്കുന്നില്ല. ഭയങ്കരമായിട്ട് ഇങ്ങനെ ചാഞ്ചാടി കളിക്കുമായിരുന്നു. അതായത് എന്നിട്ട് വേറെ സ്ട്രാറ്റജി നോക്കണമെന്നല്ല, എന്റെ ഈ സ്ട്രാറ്റജിയിലൂടെ വേറെ എന്തെങ്കിലും ക്ലബ് ചെയ്യണോ, അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ. ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ ഒരു ഇത് കറക്റ്റായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ മെക്കാനിക്കൽ സ്ട്രാറ്റജി, ജസ്റ്റ് നമ്മൾ ചാർട്ട് നോക്കുക, എൻട്രി ഉണ്ടെങ്കിൽ എൻട്രി ഇടുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞു, ആ ഒരു പരിപാടി കഴിഞ്ഞു. പക്ഷെ ഞാൻ എന്താ ചെയ്തത്, ഞാൻ അതിനെ ഭയങ്കരമായിട്ട് ഇനി നമുക്ക് ട്രേഡ് നോക്കണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ എൻ്റെ ട്രേഡ് എടുക്കണോ, ഇനിയിപ്പം അല്ലെങ്കിൽ എന്റെ റൂൾ ഞാൻ ചേഞ്ച് ചെയ്യാൻ നോക്കുന്നു, അങ്ങനെയൊക്കെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇത് ആ ഒരു വ്യാഴാഴ്ച എന്ന് പറഞ്ഞ ദിവസം ഞാൻ ഭയങ്കരമായിട്ട് ഭയങ്കര മെന്റലി ഓക്കെ അല്ലായിരുന്നു. പക്ഷെ ആ ഒരു ദിവസം ആയിരുന്നു എന്റെ ഈ വീക്കിലെ മോസ്റ്റ് പ്രോഫിറ്റബിൾ ട്രേഡ്. ഞാൻ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞാലും ഞാൻ ട്രേഡ്, അതായത് ഞാൻ എന്റെ സ്ട്രാറ്റജി നോക്കിയപ്പോൾ എൻട്രി ഉണ്ട്, ഞാൻ അവിടെ ലിമിറ്റ് എൻട്രി കിട്ടും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ട്രേഡ്, അതായത് ഞാൻ വേറെ നോക്കാം, ജസ്റ്റ് ഇങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ക്ലബ് ചെയ്ത് നോക്കുക, അങ്ങനെയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ദിവസം എന്തോ ഒരു ഇതായിരുന്നു. പക്ഷെ അന്ന് തന്നെ ഞാൻ മനസ്സിലാക്കി. കാരണം മെയിനായിട്ട് എന്താ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുധനാഴ്ച എനിക്ക് ട്രേഡ് ഇല്ലായിരുന്നു. വ്യാഴാഴ്ച നോക്കിയപ്പോൾ വ്യാഴാഴ്ച ട്രേഡ് ഇല്ല, അതായത് ഉച്ചവരെ നോക്കിയപ്പോൾ ട്രേഡ് ഇല്ല. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ട്രേഡ് എടുക്കണം, എടുത്ത് പ്രോഫിറ്റ് ആണ്, ആ ഒരു ഇത് മൈൻഡിലേക്ക് വന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ ഉച്ച കഴിഞ്ഞപ്പോ എനിക്ക് ട്രേഡ് കിട്ടി, അതിൽ ഞാൻ പ്രോഫിറ്റബിൾ ആയി, അതെനിക്ക് ടി പി ഹിറ്റായി. അന്നപ്പോഴാണ് എനിക്ക് പിന്നെ മനസ്സിലായത്, അതായത് റൂളിനെ കറക്റ്റായിട്ട് ഫോളോ ആക്കുക. ബാക്കിയുള്ളവർ എന്തും പറഞ്ഞോട്ടെ, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നമ്മുടെ റൂള് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇതിപ്പോ എനിക്ക് എന്റെ ആ ഒരു ഇതിൽ നിന്ന് തന്നെ ലേൺ ചെയ്യാൻ പറ്റി. കാരണം വേറെ ആര് എന്ത് പറഞ്ഞത് അവരുടെ ഒപ്പീനിയനും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഇനിയിപ്പോ ഒരിക്കലും വേറെ ഇത് നോക്കാനേ പോകുന്നില്ല. അപ്പൊ ഇനി ഞാൻ എന്റെ റോള് മാത്രം ഫോക്കസ് ചെയ്യുവാണ്. അപ്പൊ ഈ ഒരു കാര്യം ഞാൻ ഈ ഒരു ആഴ്ചയിൽ ലേൺ ചെയ്ത കാര്യമാണ്. അപ്പം അതേപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയില് ട്രേഡ്സ് ഇങ്ങനെ റീപ്ലൈ ചെയ്ത് കാണിക്കുമായിരുന്നു. അപ്പം അത് കുറച്ച് ഇതായിട്ട് തോന്നി. അതായത് ഞാൻ FX റീപ്ലൈ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വെച്ചിട്ടാണ് റീപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. പക്ഷെ അതിലും അല്ല, ജസ്റ്റ് ഞാൻ എടുത്ത ട്രേഡ് കാണിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഈ ഒരു വീക്കിലെ ട്രേഡ്സ് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു വീക്ക് എനിക്ക് മൺഡേ ട്രേഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മെയിൻലി നോക്കുന്നത് 1 hourലും 4 hourലുമാണ് ട്രേഡ്സ്. അപ്പോൾ എനിക്കൊരു ടൈം ഉണ്ട്, ആ ഒരു ടൈമിലാണ് ഞാൻ ട്രേഡ് നോക്കുന്നത്. അതായത് രാവിലെ 10:30 തൊട്ട് ഉച്ചയ്ക്ക് 1:30 വരെയും, അതേപോലെ വൈകിട്ട് 3:30 തൊട്ട് പിന്നെ 6:30 വരെയാണ് ഞാൻ ട്രേഡ് നോക്കുന്നത്. അപ്പം ഞാൻ ഒരു ദിവസം 2 ട്രേഡ്സ് ആണ് നോക്കുന്നത്. അപ്പം
രാവിലത്തെ സെഷനിൽ എനിക്ക് 2 ട്രേഡ് കിട്ടിയാൽ ഞാൻ ആ ഒരു 2 ട്രേഡ് എടുക്കും. ഇനിയിപ്പോ രാവിലത്തെ സെഷനിൽ ഒരു ട്രേഡേ കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത സെഷനിൽ അടുത്ത ട്രേഡ് നോക്കും. ഇപ്പൊ രാവിലത്തെ സെഷനിൽ 2 ട്രേഡും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ അടുത്ത സെഷനിൽ 2 ട്രേഡ് നോക്കും. 2 ട്രേഡ് കിട്ടിയ എടുക്കും, അല്ലെങ്കിൽ ഒരു ട്രേഡ് അല്ലെങ്കിൽ ഒരു ട്രേഡ്. ഇപ്പൊ കിട്ടിയിട്ടില്ലെങ്കിലും ഓക്കെ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു വീക്ക് മൺഡേ ട്രേഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ട്രേഡ് TP ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ട്രേഡാണിത്. ഇപ്പൊ ഇത് കറക്റ്റ്. അപ്പം ഞാൻ ശരിക്കും 1:3 ആണിപ്പം പ്ലാൻ ചെയ്യുന്നത്. അതായത് നേരത്തെ 1:2 ആയിരുന്നു ട്രേഡ് ചെയ്തോണ്ടിരുന്നത്. അതായത് ഗോൾഡിൽ ഇപ്പൊ ഭയങ്കര ഒരു വോളറ്റിലിറ്റി ആണ്. അപ്പം ഗോൾഡില് നേരത്തെ ആ ഒരു മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ സ്ലോ ആയിട്ട് ആ ഒരു ഇതായിരുന്നു, നോർമൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് അല്ല. ആ ഒരു സമയത്ത് ഞാൻ 1:2 ആയിരുന്നു. ഇപ്പോ ഞാനിപ്പോ 1:3 ആണ് വെക്കുന്നത്. അപ്പം ഞാൻ ലിമിറ്റ് എൻട്രി ആണ് വരുന്നത്. അതായത് നേരത്തെ ഞാനൊരു സ്ഥലത്ത് ട്രേഡ് പ്ലാൻ ചെയ്ത് വെക്കും. അപ്പൊ പ്രൈസ് അവിടെ വന്നിട്ട് അങ്ങനെയാണ്. അപ്പൊ ഞാൻ ലിമിറ്റ് എൻട്രി ആണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ ചില സമയത്ത് എന്റെ എൻട്രിയുടെ അടുത്ത് വന്നിട്ട് മാർക്കറ്റ് തിരിച്ച് പ്രൈസ് കയറി പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ അത് കാരണം ഞാൻ ജസ്റ്റ് 3 പിപ്പ് ഈ എൻട്രി പ്രൈസിന്റെ മുകളിൽ ഇത് എൻട്രി കയറ്റി വെക്കും. അപ്പം എനിക്ക് 1:3 കിട്ടണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അപ്പം 33 പിപ്പ് SL വരും, അതേപോലെ 103 പിപ്പ് TP വരും. അപ്പൊ ഞാൻ അങ്ങനെയാണ് കഴിഞ്ഞ വീക്കും ഈ വീക്കും ട്രേഡ് എടുത്തത്. അപ്പൊ ഈ ഒരു വീക്ക്, അതായത് ഈ ഒരു മൺഡേയിലെ ഈ ഒരു ട്രേഡ് എനിക്ക് TP ആയിരുന്നു. അപ്പൊ ഇനി അടുത്തൊരു ട്രേഡ് നോക്കാം. അടുത്ത ട്രേഡ് ഞാൻ ബുധനാഴ്ച പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ബുധനാഴ്ച ഈ ഒരു 2 ട്രേഡാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. ഈ ഒരു 2 ട്രേഡ് എനിക്ക് അടുപ്പിച്ച് SL ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓരോ ട്രേഡ് വെച്ച് കാണിക്കാം. ഞാൻ ഓൾറെഡി ഞാൻ എടുത്ത ട്രേഡ് എല്ലാം ഈ ചാർട്ടിനകത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എളുപ്പത്തിന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചാണ്. അപ്പം അതായത് ട്യൂസ്ഡേ 28-ാം തീയതി ആ ഒരു സമയത്ത് 11:58 AM ആയപ്പോഴത്തെ എനിക്ക് ആദ്യത്തെ ട്രേഡ് ട്രിഗറായി. പക്ഷെ ഇത് അത്യാവശ്യം ഒരു എത്രയാ 50 പിപ്പ് എന്റെ എൻട്രി പ്രൈസിൽ നിന്ന്, അതായത് എൻട്രി പ്രൈസ് ടാപ്പ് ചെയ്തിട്ട് 50 പിപ്പ് മാർക്കറ്റ് റിയാക്ഷൻ നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് SL ഹിറ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ തൊട്ട് താഴെ തന്നെ ഞാൻ രണ്ടാമത്തെ ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് ഡയറക്റ്റ് SL ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ട്രേഡ് ട്രിഗർ ആയത് 12-11 PM, അതായത് ഉച്ചയ്ക്കാണ് ട്രിഗർ ആയത്. ഇനിയിപ്പോ അടുത്തത് എനിക്ക് ബുധനാഴ്ച ഒരു ട്രേഡും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് വ്യാഴാഴ്ചയാണ് എനിക്ക് പിന്നെ ട്രേഡ് കിട്ടിയത്. ഈ ഒരു വ്യാഴാഴ്ച ഞാൻ ഭയങ്കര അതായത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതായത് ഞാൻ അത്രയ്ക്ക് ഇമോഷണലി ഡൗൺ ആയ ഒരു ദിവസമായിരുന്നു വ്യാഴാഴ്ചത്തെ ഉണ്ടാവും. അതായത് എന്റെ ഈ ഒരു ട്രേഡ് ഇവിടെ ട്രിഗർ ആയത് തന്നെ 4-5-നാണ്. അതായത് രണ്ടാമത്തെ സെഷനിലാണ് എന്റെ ഈ ഒരു ട്രേഡ് ട്രിഗർ ആകുന്നത്. ഒരു ആദ്യത്തെ സെഷനിൽ ട്രേഡ് കിട്ടിയില്ല, വെനസ്ഡേ ട്രേഡ് കിട്ടിയില്ല. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഈ ഒരു ട്രേഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് ഇതെന്റെ കറക്റ്റ്, അതായത് കറക്റ്റ് എന്റെ എൻട്രി ട്രിഗറായി 4-5 PM, വൈകിട്ട് 4-5 PM ട്രിഗറായി. ഇത് എന്നിട്ട് ജസ്റ്റ് മിസ്സിന് എന്റെ TP ടാപ്പ് ആവാതെ തിരിച്ചിറങ്ങി. അതായത് ഇത് ഞാൻ 103 പിപ്പാണ് TP വെക്കുന്നത്. അപ്പോ അതായത് ഞാൻ ഈ 30 പിപ്പ് ജസ്റ്റ് ഇവിടുന്ന്, ഇത് ശരിക്കും 30 പിപ്പാണ് എന്റെ SL. പക്ഷേ ഞാൻ ഈ എൻട്രി, അതായത് ചിലപ്പോൾ അടുത്ത് വന്നിട്ട് റിയാക്ഷൻ കിട്ടി പോകുമ്പോഴത്തേ എനിക്ക് ആ ട്രേഡിൽ കയറണമല്ലോ. അപ്പൊ അതിനുവേണ്ടി ഞാൻ 3 പിപ്പും കൂടെ എക്സ്ട്രാ കൂട്ടി വെച്ചു. അപ്പൊ അങ്ങനെ കൂട്ടി വെച്ചപ്പോൾ എനിക്ക് 1:3 കിട്ടാനായിട്ട് ഞാൻ ടാർജറ്റിന്റെ ഒരു 3 പിപ്പും കൂടെ കൂട്ടി 100 പിപ്പ് എന്നുള്ളത് 103 പിപ്പാക്കി. അപ്പൊ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് എൻട്രി ടാപ്പായിട്ട് കയറി. ഇത് ജസ്റ്റ് എന്റെ ഈ ഒരു TP ഹിറ്റ് ആകുന്നതിന്റെ അടുത്ത് വരെ വന്നു, TPയുടെ അടുത്ത് വരെ വന്നു, എന്നിട്ട് തിരിച്ചിറങ്ങിപ്പോയി. അപ്പൊ ഞാൻ ഈ ഒരു ലെവലായപ്പോഴത്തേന് ഇതിനെ ബ്രേക്ക് ആക്കിയായിരുന്നു, ഇങ്ങനെ ആക്കി വെച്ചായിരുന്നു. ഇത് ഞാൻ ടെസ്റ്റ് കാണിച്ചുതരാം. എന്റെ ഈ ഒരു TPയിൽ നിന്ന് എത്രയാണ് പ്രൈസ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. ജസ്റ്റ് 2 പിപ്പിന് ഡിഫറൻസിനാണ് എനിക്ക് ഈ ഒരു TP ഹിറ്റ് ആകാതെ പോയത്. അപ്പം പ്രൈസ് ഈ ഒരു ലെവലിൽ എത്തിയപ്പോ തന്നെ ഞാനിത് ബ്രേക്കിലോട്ട് വെച്ചായിരുന്നു. അത് കാരണം ഈ ഒരു ട്രേഡ് എനിക്ക് നോ ലോസ് ആയിരുന്നു. അപ്പൊ ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു ട്രേഡ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇങ്ങനെ എല്ലാം പഴയ പോലെ ആക്കി. അതായത്
ഇവിടെ 300 രൂപയാക്കി. ഇത് കറക്റ്റ് ഞാൻ എൻട്രി പ്രൈസിൽ നിന്ന് എടുത്തിരുന്നെങ്കിൽ ഇത് കറക്റ്റ് ടി പി ആയിരുന്നു. പക്ഷെ ഞാൻ ജസ്റ്റ് ഇത് കൂട്ടി വെച്ചു, അങ്ങനെ ഇത് ടി പി ഹിറ്റാതെ ഇറങ്ങി വന്നു. അപ്പൊ ഇതായിരുന്നു എൻ്റെ ഒരു ട്രേഡിന്റെ ഇത്. അപ്പൊ ഈ ഒരു ട്രേഡ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അടുത്ത ട്രേഡ് തൊട്ട് കറക്റ്റ് എൻട്രി പ്രൈസിൽ നിന്ന് തന്നെ ട്രേഡ് എടുക്കുന്നുള്ളായിരുന്നു. ഇതാണ് എൻ്റെ 5ാമത്തെ ട്രേഡ്. ഇത് ടാപ്പായിരിക്കും. ഇത് വ്യാഴാഴ്ച തന്നെ എടുത്ത ട്രേഡാണ്. അപ്പൊ വ്യാഴാഴ്ച 5:45 PM, അതായത് എനിക്ക് 6:30 വരെ ടൈം ഉണ്ട്, വൈകിട്ട് 3:30 തൊട്ട് 6:30 വരെ. അപ്പൊ ഈ ഒരു സമയത്ത് 5:45 ആയപ്പം എന്റെ അടുത്ത ട്രേഡ് ട്രിഗറായി. ഇത് കറക്റ്റ് ടി പി ഹിറ്റ്, ഇതെവിടെയെങ്കിലും ടി പി ഹിറ്റ് ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കിയ ട്രേഡ് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച എനിക്ക് ഒരൊറ്റ ട്രേഡ് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ വെള്ളിയാഴ്ചത്തെ പ്രത്യേകത എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ എനിക്ക് ഈ ഒരു, ഞാൻ ഇപ്പൊ S5 ആണ്. അപ്പൊ എനിക്ക് പരീക്ഷയായി, അതായത് മെയിൻ എക്സാം സെം എക്സാമായി. അപ്പോ എന്റെ ലാബ് എക്സാം ഇപ്പൊ ആദ്യം നടക്കുവാണ്. അപ്പോ വെള്ളിയാഴ്ച എനിക്ക് ലാബ് എക്സാം ആയിരുന്നു. ഈ ഒരു ലാബ് എക്സാം എനിക്ക് രാവിലെ ആയിരുന്നു. അപ്പൊ എനിക്ക് രാവിലത്തെ സെഷൻ എന്തായാലും നോക്കാൻ പറ്റില്ല. അപ്പം അപ്പൊ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ ക്യാമറ ഓഫ് ആയിപ്പോയി. അതായത് എന്റെ ഫോൺ ഇങ്ങനെ ഹീറ്റായിട്ട് ഓവർ ഹീറ്റായിട്ട് തന്നെ ഓഫ് ആയിപ്പോയി. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ലാബ് എക്സാം എനിക്ക് വെള്ളിയാഴ്ച ആയിരുന്നു. അപ്പൊ ഈ ഒരു വെള്ളിയാഴ്ചത്തെ ഈ ഒരു സമയത്ത്, അതായത് രാവിലത്തെ സെഷൻ ആയിരുന്നു. എനിക്ക് രാവിലെ 9:30 തൊട്ട് ഉച്ചയ്ക്ക് 12:30 വരെ ആയിരുന്നു ലാബ് എക്സാം. അപ്പൊ എന്റെ രാവിലത്തെ സെഷൻ എനിക്ക് നോക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ മെക്കാനിക്കൽ സ്ട്രാറ്റജി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ദിവസം പോലും, അതായത് എന്റെ ആ ഒരു റൂളിനകത്ത് വരുന്ന എല്ലാ ട്രേഡും എനിക്ക് എടുത്തേ പറ്റൂ. അപ്പൊ എനിക്ക് ആ ഒരു ദിവസം എടുക്കാൻ പറ്റത്തില്ല, അതായത് എക്സാം കാരണം എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ആ ഒരു ഇതിലിരിക്കുമായിരുന്നു. പക്ഷെ ഞാൻ എക്സാം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്കിന്, അതായത് എന്റെ സെറ്റപ്പ് അത്രയും ടൈമിൽ നടന്നിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ 11:30 എന്തോ കഴിഞ്ഞു. അപ്പൊ ആ ഒരു ടൈം വരെ എന്റെ സെറ്റപ്പ് വന്നിട്ടില്ല. അപ്പൊ ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഒരു സെറ്റപ്പ് കിട്ടിയായിരുന്നു. അപ്പൊ ഞാൻ അതിൽ എൻട്രി എടുത്തിരുന്നു. പക്ഷെ അതെനിക്ക് SL8 ആയി. ഇതായിരുന്നു എന്റെ എൻട്രി. ഇത് ടാപ്പായ സമയം എന്ന് പറയുമ്പോഴത്തേന് 12:48 PM. അപ്പൊ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് ഇറങ്ങി, ലാബ് എക്സാം അല്ല, അപ്പൊ ആ ഒരു എക്സാം എഴുതി കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് എന്റെ സെറ്റപ്പ് ഫോം ആയത്. അപ്പൊ ഞാൻ ഓൾറെഡി എൻട്രി എടുത്തത് SL8 ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വീക്ക് ഓവറോൾ നോക്കുവാണെങ്കിൽ ഞാൻ പ്രോഫിറ്റബിൾ ആണ്. അപ്പം 1:3 വെച്ചിട്ടാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം ടോട്ടൽ 6 ട്രേഡ് എടുത്തു. ഒരു ട്രേഡ് ബ്രേക്ക് ഇവൻ, ബാക്കി 5 ട്രേഡ്. അതിനകത്ത് 3 ട്രേഡ് SL-ഉം 2 ട്രേഡ് TP. അപ്പൊ ഇതാണ് എന്റെ ഈ ഒരു ആഴ്ചത്തെ ട്രേഡ് അനാലിസിസ്. അപ്പോൾ ഈ ഒരു വീക്കിലെ ട്രേഡ്സിൻ്റെ P&L സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുക. അപ്പം ഞാൻ 2 അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരെണ്ണം റിയൽ മണിയും ഒരെണ്ണം ഇൻസ്റ്റൻറ്റ് ഫണ്ടിൻ്റെ ഇൻസ്റ്റൻറ്റ് അക്കൗണ്ടുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഇതാണ് എൻ്റെ റിയൽ അക്കൗണ്ട്. ഇതിനകത്ത് ഞാൻ ടോട്ടൽ $117 ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അൽപ്പാരിയുടെയാണ്. അപ്പം ഞാൻ ഈ ഒരു അക്കൗണ്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയത് അതായത് 20-ാം തീയതി ഒക്ടോബർ 20 തൊട്ടാണ് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഒക്ടോബർ 20 തൊട്ടാണ് ഞാൻ ഈ ഒരു ഇത് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. ഞാൻ 18-ാം തീയതിയാണ് $117 ഡിപ്പോസിറ്റ് ചെയ്തത്. അപ്പം ഇവിടെ ഞാൻ ആദ്യമായിട്ട് എടുത്ത ട്രേഡ് 20-ാം തീയതിയാണെന്ന് കാണിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് എടുത്ത ട്രേഡ്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ ഞാൻ ആകെപ്പെടെ 2 ആഴ്ച മാത്രമേ ട്രേഡ് ചെയ്തിട്ടുള്ളൂ, 20 തൊട്ട് 24. ഇതാണ് കഴിഞ്ഞ ആഴ്ചത്തെ എൻ്റെ ട്രേഡ്. അപ്പോൾ ഈ ഒരു ട്രേഡ് ഞാൻ ഒരെണ്ണം എക്സ്ട്രാ അറിയാതെ ഇതായി പോയിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഇതിപ്പം എക്സ്ട്രാ ചെറിയൊരു ലോസ് വന്നേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീക്ക് -3%, ഈ വീക്ക് +3%. അപ്പോൾ ശരിക്കും ബ്രേക്ക് ഇവൻ ആണ്ടാണ്. പക്ഷേ ഇത് സ്റ്റിൽ -4-ലാണ് നിൽക്കുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ വീക്ക് അറിയാതെ ഒരു ട്രേഡും കൂടെ പഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കിട്ടിയ ലോസാണ് ഇങ്ങനെ. പിന്നെ -4 ഇത് കമ്മീഷൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഞാൻ ഈ ഒരു അക്കൗണ്ടിൽ ട്രേഡ് എടുക്കാൻ തുടങ്ങിയിട്ട് -$8 ലോസിലാണ്. പിന്നെ രണ്ടാമത്തെ എൻ്റെ ഇൻസ്റ്റൻറ്റ് ഫണ്ടിങ്ങിൻ്റെ അക്കൗണ്ടാണ്. അപ്പോൾ ഇത് $1,250 അക്കൗണ്ടാണ്. പക്ഷേ ഇതാണ് ഇൻസ്റ്റൻറ്റ് ഫണ്ടിങ്ങിൻ്റെ അക്കൗണ്ട്. പക്ഷെ ഇത് ഞാൻ അത്യാവശ്യം
ഒരു മാസത്തിൽ കൂടുതലായി ഇത് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഇതാ ഞാൻ ഈ സ്ട്രാറ്റജി പഠിച്ച ആദ്യം തൊട്ട് ഈ ഒരു അക്കൗണ്ടിൽ അത്യാവശ്യം ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വന്ന ലോസും കാര്യങ്ങളും എല്ലാം കൂടെയാണ്. അപ്പം കഴിഞ്ഞ വീക്കിലെ എൻ്റെ ഇത് P&L സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത്. ഇത് കഴിഞ്ഞ വീക്ക് ഞാൻ -35 ലോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീക്ക് $42 പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് പേഴ്സണൽ അക്കൗണ്ടിൽ ഈ ഒരു വീക്കിലെ പ്രോഫിറ്റാണിത്.